വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ കാരുണ്യത്തിൽ നീതി നടപ്പിലാകുന്ന നിയമവ്യവസ്ഥിതിയോളം ദുർബലമായ നീതിന്യായം വേറെ കാണില്ല. നീതിന്യായത്തിലെ ലോജിക്കും റാഷണാലിറ്റിയും അന്തസത്തയും ഏറ്റവും കുറഞ്ഞ നീതി നിർവഹണമാണ് വ്യക്തികളുടെ കാരുണ്യം. അത് രാജാവിൻ്റെ ആയാലും ഇരയുടെ കുടുംബാംഗങ്ങളുടേതായാലും രാഷ്ട്രപതിയുടേതായാലും. മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യയുടെ പേരിൽ വധശിക്ഷ ലഭിക്കുക, അനേകം കാലം തടവറയിൽ കിടക്കുക, സ്വന്തം ജീവന് വേണ്ടി മരിച്ചുപോയ ആളുടെ കുടുംബത്തിലെ ദയയ്ക്കു വേണ്ടി കാത്തിരിക്കുക, ഒടുവിൽ അനേകം മനുഷ്യരുടെ 10,000, 10,000, 10 ലക്ഷങ്ങളും ചേർത്ത് വച്ച് നഷ്ടപരിഹാരമായി കൊടുക്കേണ്ട തുക സമാഹരിക്കുക. അബ്ദുൾ റഹീം എന്ന മനുഷ്യൻ്റെ ജീവൻ്റെ വിലയാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ചേർന്ന് പിരിച്ചെടുത്തത്. ഇതൊക്കെ ഈ മണ്ണിലല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ എന്ന് പോലും സംശയമാണ്. വസ്ത്രദാനത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഒക്കെ പേരിൽ പല ഭാഗത്തു നിന്നും കളിയാക്കലുകൾ ഉയരുമ്പോഴും അതിനെയൊക്കെ അവയുടെ വഴിക്ക് വിട്ടിട്ട് തൻ്റെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളാണ് ബോച്ചെ. മരണം കാത്ത് വിദേശത്തെ ജയിലിൽ കിടന്ന ഒരു സാധുവിന് ജീവിതം നൽകാൻ മുന്നിട്ടിറങ്ങിയ ഒരാൾ മാത്രമല്ല ബോച്ചെ. അയാൾ അതിനുവേണ്ടി കണ്ടെത്തിയ സമയവും മനസ്സും വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മളിൽ പലരും ബോച്ചെ എന്ന വ്യക്തിയെ ചിരിച്ചു തള്ളിയവരാകും. അങ്ങനെ ചെയ്യുന്നവർ ഇന്നും കാണും. എന്നാൽ എല്ലാത്തിനും മീതെ അയാൾ വിജയത്തിൻ്റെ തെളിഞ്ഞ ചിരിയോടെ നിൽക്കുന്നത് കാണാൻ നല്ല ചന്തം തോന്നുന്നുണ്ട്. മുസ്ലിമായ മനുഷ്യന് ജീവന് വേണ്ടി ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും മതമുള്ളവരും മതമില്ലാത്തവരുമായ മനുഷ്യർ ചേർന്ന് ദിവസങ്ങൾ കൊണ്ട് പിരിച്ചെടുത്തത് 34 കോടി രൂപയാണ്. ഇത് ഈ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും കാണാനാകുമോ? പോട്ടെ, ചിന്തിക്കാനാകുമോ? മതപുരോഹിതരും അല്ലാത്തവരുമായ മനുഷ്യർ കുട്ടികളെ വിളിച്ചിരുത്തി നിർബന്ധമായും കാണിച്ചു പഠിപ്പിക്കേണ്ടതും ഏത് പ്രായക്കാർക്കും കാണാവുന്നതുമായ സർട്ടിഫൈഡ് കേരള സ്റ്റോറിയാണിത്. കേരളത്തെ ഇന്നും കേരളമായി നിലനിർത്തുന്ന ദ റിയൽ കേരള സ്റ്റോറി. പാഷാണത്തിൽ കൃമികൾ എത്രത്തോളം പ്രൊപ്പഗണ്ട സിനിമകൾ ഇറക്കിയാലും അതിനും വളരെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം സ്റ്റോറി.